hello, welcome. This is Safna for Success Academy. ഇന്ന് നമുക്ക് കുറച്ച് ചരിത്രം പഠിച്ചാലോ? അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ തുടങ്ങാം അല്ലേ? ഇന്ത്യയിൽ നമ്മൾ ഇന്ന് ഏൻഷ്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു പാർട്ടാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ഇന്ന് നമുക്ക് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്താണെന്ന് നോക്കാം. ഏൻഷ്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യനെ നമുക്ക് ഇത്രയും കൈൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഓരോരോ എറേനെ വാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും കൈൻഡ്സ് ആയിട്ട് വരും. പ്രീ ഹിസ്റ്റോറിക് ഏജ്, സിവിലൈസേഷൻ, വേദിക് ഏജ്, പ്രീ മൗര്യൻ ഏജ്, മൗര്യൻ ഡിനാസ്റ്റി, പോസ്റ്റ് മൗര്യൻ ഏജ്, നോർത്തേൺ കിങ്ഡം, ഇത്രയുമായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് പ്രീ ഹിസ്റ്റോറിക് ഏജ് ആണ്. ഫൈൻ, പ്രീ ഹിസ്റ്റോറിക് ഏജ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് പറയുമ്പം ഷുവറായിട്ടും ഒരു നൊമാഡിക് ലൈഫാണ് മനുഷ്യന്മാർ ആ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം അന്നത്തെ കാലത്ത് നമ്മൾ ഒരു കാടുകളിൽ, അതായത് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, ജീവിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് ഐഡിയാസോ ഡെവലപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ദേ വർ ലിവിങ് എ ലൈഫ് വിത്തൗട്ട് ഡെവലപ്മെൻറ്റ്സ്, റൈറ്റിങ്സ്, അതായത് എഴുത്തുകളോ തുടങ്ങിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ, അതായത് പ്രീ ഹിസ്റ്റോറിക് ഏജിനെ നമുക്ക് 5 ഡിവൈഡ് ചെയ്യാം. ഓക്കെ ഫൈൻ, 5 ഡിവൈഡ് ചെയ്യുമ്പം ഫസ്റ്റ് ഏജ് വരുന്നത് പാലിയോലിത്തിക് ഏജ്, ദെൻ മെസോലിത്തിക് ഏജ്, ദെൻ നിയോലിത്തിക് ഏജ്, ദെൻ ചാൽക്കോലിത്തിക് ഏജ് ആൻഡ് അയൺ ഏജ്. 5 ഏജുകളായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പാലിയോലിത്തിക് ഏജിലാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പം അതിനെ നമുക്ക് വീണ്ടും, അതായത് പാലിയോലിത്തിക് ഏജ് വരുന്നത് 5 lakh BC ടു 10,000 BC വരെയാണ്. ഫൈൻ, ഇതൊരു ആപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 5 lakh BC ടു 10,000 BC വരെയാണ് പാലിയോലിത്തിക് ഏജ് വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് എന്ന് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് സ്റ്റോൺ ഏജ് എന്ന് ഇതിനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് സ്റ്റോൺസ് ആണ് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കല്ലുകൊണ്ടുള്ള വെപ്പൺസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ഒരു സ്റ്റോൺ ഏജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓൾഡ് സ്റ്റോൺ ഏജ് എന്നാണ് പാലിയോലിത്തിക് ഏജിനെ പറയുന്നത്. അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 5 lakh BC ടു 10,000 BC വരെയാണ്. ഇറ്റ് ഈസ് എൻ അപ്രോക്സിമേറ്റ് വാല്യൂ. ദെൻ പാലിയോലിത്തിക് ഏജിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ലോവർ പാലിയോലിത്തിക് ഏജ്, മിഡിൽ പാലിയോലിത്തിക് ഏജ് ആൻഡ് അപ്പർ പാലിയോലിത്തിക് ഏജ്. ലോവർ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പം 5 lakh BC ടു 50,000 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം വരുന്നത്. മിഡിൽ പാലിയോലിത്തിക് ഏജ് വരുമ്പം 50,000 BC ടു 40,000 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം വരുന്നത്. ആൻഡ് അപ്പർ പാലിയോലിത്തിക് ഏജ് വരുമ്പം 40,000 BC ടു 10,000 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം വരുന്നത്. ഇതൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പല സൈറ്റുകളിലും പല ടെക്സ്റ്റുകളിലും പല കാലഘട്ടമാണ് നമുക്ക് കാണിക്കുന്നത്. ബട്ട് മോസ്റ്റ്ലി ഒരു അതിൻ്റെ ഏജ് അല്ലെങ്കിൽ എറ, അതിൻ്റെ ഡിസ്കവറി, അതിൻ്റെ എക്സ്കവേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പം ഈ കാലഘട്ടമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ആൻഡ് മോസ്റ്റ്ലി NCERT ടെക്സ്റ്റുകളിലൊക്കെ ഈ കാലഘട്ടമാണ് കാണിക്കുന്നത്. സോ ലോവർ പാലിയോലിത്തിക് ഏജ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ലോവർ പാലിയോലിത്തിക് ഏജിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. സോ ലോവർ പാലിയോലിത്തിക് ഏജ് വരുമ്പം, അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് വരുമ്പം ഹണ്ടേഴ്സ് ആൻഡ് ഫുഡ് ഗ്യാദറേഴ്സ് ആണ്. അതായത് ഹ്യൂമൻസ് വർ ഹണ്ടേഴ്സ് ആൻഡ് ഫുഡ് ഗ്യാദറേഴ്സ്. അതായത് പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ, നമ്മൾ നേരെ പോയി ഓഫീസിൽ പോയി ജോലിയൊന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ, ന്യൂ ഐഡിയാസ് വരുന്നേ ഉള്ളൂ, അതായത് നമ്മൾ മെച്ചപ്പെട്ട ജീവിത രീതികൾ വരുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ മൃഗങ്ങളെ പോലെ നമ്മളും ഹണ്ടേഴ്സ് ആൻഡ് ഫുഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു. കിട്ടുന്നത് കഴിക്കുക, വെട്ടിപ്പിടിക്കാനൊന്നുമില്ല, കറങ്ങി നടക്കുക. ഇപ്പോൾ ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് എന്ത് ഫുഡ് കിട്ടുന്നോ അത് കഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ഫുഡ് എന്ന് കിട്ടുന്നു, അവിടെ തന്നെ കിടന്നുറങ്ങുക. അങ്ങനെ ഒരു വാണ്ടറിങ് ലൈഫ്, നൊമാഡിക് ലൈഫായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഹണ്ടേഴ്സ് ആൻഡ് ഫുഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു നമ്മൾ. സോ അന്നത്തെ കാലത്ത്, അതായത് നമുക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് ചിന്തിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടൂൾസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്സസ്, ചോപ്പേഴ്സ് ആൻഡ് ക്ലീവേഴ്സ് ആണ് നമ്മൾ ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചത്. ആക്സസും ചോപ്പേഴ്സും ക്ലീവേഴ്സും ഒക്കെ നമ്മൾ ഈ കല്ല്, അതുപോലെ മരം, അതായത് കോമൺ ആയിട്ട് കിട്ടുന്ന വെപ്പൺസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മരങ്ങളുടെ ചില്ലകൾ ഉപയോഗിച്ചിട്ടാണ് ആക്സസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചോപ്പേഴ്സ്, ക്ലീവേഴ്സ് ഒക്കെ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ്. ഷാർപ്പ് എഡ്ജസ് ഉള്ള
കല്ലുകളെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളാണ് ആക്സസ്, ചോപ്പേഴ്സ്, ക്ലീവേഴ്സ് ഒക്കെ വരുന്നത്. അതായത് ഷാർപ്പ് എഡ്ജസ്, മൃഗങ്ങളെ വേട്ടയാടാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ടൂൾസ് ഉപയോഗിക്കാറ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലുകൾ, ഷാർപ്പ് എഡ്ജസ് ഉള്ള കല്ലുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. മോസ്റ്റ് കോമൺലി അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈം സ്റ്റോൺ ആണ്. കാരണം അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മിനുസപ്പെടുത്തി എടുക്കാനും ലൈറ്റായിട്ട് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ലൈം സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ആണ്. ഫൈൻ. ദെൻ നെക്സ്റ്റ് വരുമ്പം മേജർ സൈറ്റ്സ്, അതായത് മേജർ സൈറ്റ്സ് ഈ നൊമാഡിക് ലൈഫ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നത്, ഹ്യൂമൻസിനെ കണ്ടുവരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോം വാലി, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, സൈറ്റ്സ് ഇൻ താർ ഡെസേർട്ട്, നോർത്ത് ഓഫ് ദ കാവേരി റിവർ, കാശ്മീർ, ബ്ലാൻ വാലി ഇൻ UP, മേവർ പ്ലെയിൻസ്, സൗരാഷ്ട്ര, ഗുജറാത്ത്, സെൻട്രൽ ഇന്ത്യ, ഡെക്കാൻ പ്ലാറ്റ്യൂ. ഇതെല്ലാം നമ്മൾ പഠിക്കണമെന്നല്ല, ഇതൊക്കെ നമ്മൾ ഇനിയും അടുത്ത എറാസിലൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഇത് കേട്ട് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് സേവ് ആവും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ എല്ലാം കൂടെ ഓർമ്മയിൽ വരും. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, എല്ലാം സാധാരണയായിട്ട് നമുക്ക് വരും. ഇനി ഉള്ള എറാസൊക്കെ പഠിക്കുമ്പം ഇതേ സൈറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും സൈറ്റുകളിലാണ് കണ്ടുവരുന്നത്, ഹാബിറ്റാറ്റ്സ് കണ്ടുവരുന്നത്. ആൻഡ് ഏർലിയസ്റ്റ് ലോവർ പാലിയോലിത്തിക് ഏജ് സൈറ്റ് എന്ന് പറയുന്നത് ബോറി ഇൻ മഹാരാഷ്ട്രയാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള റെഫറൻസിന് വളരെ ഉപകാരമായിരിക്കും. കാരണം ഏർലിയസ്റ്റ് ലോവർ പാലിയോലിത്തിക് ഏജ് സൈറ്റ് എന്ന് പറയുന്നത് ബോറി ഇൻ മഹാരാഷ്ട്രയാണ്. ആൻഡ് ദെൻ നമ്മൾ കൂടുതലായിട്ട് കേവ്സ്, റോക്ക് ഷെൽട്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാബിറ്റേഷൻ സൈറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുക. കാരണം നമ്മൾ പണ്ട് മുതലേ തന്നെ ഈ കേവ്സ്, റോക്ക് ഷെൽട്ടേഴ്സിലൊക്കെയാണ് വീടുകളും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ആയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ കേവ്സ്, റോക്ക് ഷെൽട്ടേഴ്സിലൊക്കെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്തരത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേവ് അല്ലെങ്കിൽ റോക്ക് ഷെൽട്ടർ എന്ന് പറയുന്നത് ഭിംബേട്ക ഇൻ മധ്യപ്രദേശാണ്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ്, കാരണം അടുത്ത എറാസിലൊക്കെ അത് വരുന്നുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊന്ന് നോട്ട് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. സോ ഭിംബേട്ക ഇൻ മധ്യപ്രദേശ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഇൻ കേവ്സ് ആൻഡ് റോക്ക് ഷെൽട്ടേഴ്സ് ആൻഡ് ബോറി ഇൻ മഹാരാഷ്ട്ര ഈസ് ദ ഏർലിയസ്റ്റ് ലോവർ പാലിയോലിത്തിക് ഏജ് സൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് മിഡിൽ പാലിയോലിത്തിക് ഏജ് സൈറ്റ്. നമ്മൾ ഇത്രയും നേരം കണ്ടത് ലോവർ പാലിയോലിത്തിക് ഏജ് സൈറ്റ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിഡിൽ പാലിയോലിത്തിക് ഏജ് ആണ്. മിഡിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പം നമ്മൾ ബീഡ്സ്, പോയിൻറ്റേഴ്സ്, സ്ക്രാപ്പേഴ്സ്, ബോർസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ടൂൾസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബീഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പോയിൻറ്റേഴ്സ് എന്ന് പറയുമ്പം ഈ മൃഗങ്ങളെയൊക്കെ പോയിൻ്റ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺസ് തന്നെ ഉപയോഗിച്ചുണ്ടാക്കിയ ടൂളാണ് അത് വരുന്നത്. ആൻഡ് സ്ക്രാപ്പേഴ്സൊക്കെ വരുമ്പം ഈ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ ഉപയോഗിക്കാൻ കണ്ടിട്ടുണ്ടാവും സിനിമകളിലൊക്കെ. ഇങ്ങനെ എറിയുമ്പോഴേക്കും തന്നെ മീൻ അതിൻ്റെ പോയിന്റിൽ കുരുങ്ങുന്നത് പോലത്തെ അത്തരം ഒരു വെപ്പണാണ് സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്നതും ബോറേഴ്സൊക്കെ എല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് സ്റ്റോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെപ്പൺസ് ആണ് ഇതൊക്കെ. ഫൈൻ. അതൊക്കെ തിന്നർ, സ്മോളർ, ലൈറ്റർ ഒക്കെ ആയിരിക്കും. കാരണം നമ്മൾക്ക് അധികം ഇത് ചെയ്യാനായിട്ട്, അതായത് അതിനുള്ള ഐഡിയാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന സ്റ്റോൺ ഉപയോഗിച്ച് അതിനെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നതായതുകൊണ്ട് തന്നെ അത് വളരെ സ്മോളർ, ലൈറ്റർ ആൻഡ് തിന്നർ ആയിരിക്കും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് അതിൽ വരുന്നത്, അതായത് ഇത്തരം നമ്മളെ പോലുള്ള മിഡിൽ പാലിയോലിത്തിക് ഏജിലുള്ള ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എന്ന് പറയുന്നത് ബലാൻ വാലി ഇൻ UP, ലൂണി വാലി ഇൻ രാജസ്ഥാൻ, സോൺ ആൻഡ് നർമ്മദ റിവേഴ്സ്, ഭിംബേട്ക. ഭിംബേട്ക വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്, പ്ലീസ് നോട്ട് ഇറ്റ്. അതായത്
ബിംബേഡ്ക എന്ന് പറയുന്നത് മേജർ സൈറ്റായിട്ടാണ് പാലിയോലിത്തിക് ഏജിൻ്റെ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വരും, അതുകൊണ്ട് തന്നെ അത് നമ്മളധികം എന്താ പറയുക കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് അപ്പർ പാലിയോലിത്തിക് ഏജ്. അപ്പർ പാലിയോലിത്തിക് ഏജ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്, കാരണം ഇറ്റ് ഈസ് ദ എമർജൻസ് ഓഫ് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് അതായത് നമ്മളൊരു എന്താ പറയുക ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലേക്ക് ലെവലിലേക്ക് എത്തി എന്നുള്ള ഒരു സൈനാണ് ഈ അപ്പർ പാലിയോലിത്തിക് ഏജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഹോമോസാപ്പിയൻസിൻ്റെ എമർജൻസ് ആണ് ഈ അപ്പർ പാലിയോലിത്തിക് ഏജിൽ വരുന്നത്. ആൻഡ് ടൂൾസ് എന്ന് വരുമ്പം നമ്മൾ കുറച്ചും കൂടെ, അതായത് ബോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി, അതായത് മൃഗങ്ങളുടെ എല്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. നീളത്തിലുള്ള ബോൺ ടൂൾസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് നീഡിൽസ്, അതായത് ബോൺസ് വെച്ചിട്ട് തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ബോൺസിൻ്റെ ഇത് കൊണ്ടുണ്ടാക്കിയ വെപ്പണായിരിക്കും. ആൻഡ് ഹാർപൂൺസ് ഓൾസോ. ഹാർപൂൺ എന്ന് പറയുമ്പം ഈ മീനിൻ്റെ മുള്ളു പോലെയൊക്കെ ഇരിക്കുന്ന ഒരു തരം വെപ്പണാണ്, ചെറുതാണ് ബട്ട് ബോണൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നത്. ബ്ലേഡ്സ് ഓൾസോ, ബ്ലേഡ്സ്, ഫിഷിംഗ് ടൂൾസ്, ബറിങ് ടൂൾസ് ഒക്കെ സ്റ്റോൺ വെച്ചിട്ട് അതിനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള വളരെ ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ടൂൾസ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് സോ നമുക്കിനി സൈറ്റ്സ് നോക്കാം. സൈറ്റ്സിൽ വരുമ്പം ബലാൻ, സോൺ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, മഹാരാഷ്ട്ര, ഒറീസ, ദ ഈസ്റ്റേൺ ഗട്ട്സ് ഇൻ ആന്ധ്രാപ്രദേശ്, ഇതൊക്കെയാണ് സൈറ്റ്സിൽ വരുന്നത്. ഈ സോൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിലും കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ ഏജിൽ മിഡിൽ പാലിയോലിത്തിക് ഏജിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലത് തന്നെ പതിയും. സോ ബലാൻ, സോൺ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, മഹാരാഷ്ട്ര, ഒറീസ, ദ ഈസ്റ്റേൺ ഗട്ട്സ് ഇൻ ആന്ധ്രാപ്രദേശ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ മിഡിൽ ലോവർ പാലിയോലിത്തിക് ഏജിൽ അപ്പർ പാലിയോലിത്തിക് ഏജിൽ വരുമ്പം കാണുന്നത്. ആൻഡ് പെയിൻറ്റിങ്സ് ഇൻ ബിംബേഡ്ക സൈറ്റ് ബിലോങ്സ് ടു ദിസ് ഏജ്. ഈ ഏജിലാണ് ബിംബേഡ്കൻ സൈറ്റ്, അതായത് ഇതിലും വരുന്നുണ്ട്. സി ബിംബേഡ്കൻ സൈറ്റ് ഈസ് ഓൾസോ കമ്മിങ് ഇൻ ദിസ് ഓൾസോ. സോ പെയിൻറ്റിങ്സ് ഇൻ ബിംബേഡ്കൻ സൈറ്റ്സ് ബിലോങ്സ് ടു ദിസ് എറ. ഈ എറയിലാണ് ബിംബേഡ്കൻ സൈറ്റ്സിലുള്ള പെയിൻറ്റിങ്സ് വരുന്നത്. പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ അനിമൽസിൻ്റെ ബ്ലഡ്, പിന്നെ അതുപോലെ ചെടികൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. നമുക്ക് പിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. സോ പെയിൻറ്റിങ്സ് അറ്റ് ബിംബേഡ്കൻ സൈറ്റ്സ് ബിലോങ്സ് ടു ദിസ് എറ. ആൻഡ് നെക്സ്റ്റ് ഈസ് മെസോലിത്തിക് പീരീഡ്, അതായത് പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞു, ഇനി അടുത്തത് മെസോലിത്തിക് ഏജിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ഇനി മെസോലിത്തിക് പീരീഡാണ് വരുന്നത്. സോ മെസോലിത്തിക് പീരീഡ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിഡിൽ സ്റ്റോൺ ഏജ്. മിഡിൽ സ്റ്റോൺ ഏജ് ഈസ് ഫ്രം 9000 BC ടു 4000 BC വരെയാണ് മിഡിൽ സ്റ്റോൺ ഏജ് വരുന്നത്. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ, അതായത് കുറച്ചുകൂടെ ഡെവലപ്പായി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ആയി. ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം കുറച്ചുകൂടെ വാം ആൻഡ് മോർ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റായി. അങ്ങനെ വന്നപ്പം റെയിൻഫോൾ, അതായത് മഴ കൂടി തുടങ്ങി. മഴ കൂടി തുടങ്ങിയപ്പം ഫ്ലോറ ആൻഡ് ഫോണ, മൃഗങ്ങളും ചെടികളും വളരാൻ തുടങ്ങി. ആൻഡ് അങ്ങനെ വന്നു തുടങ്ങിയപ്പം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് വർ സീൻ ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ക്ലൈമറ്റ് മാറി തുടങ്ങി. ക്ലൈമറ്റ് മാറി തുടങ്ങിയപ്പം മഴ കൂടാൻ തുടങ്ങി. മഴ കൂടി തുടങ്ങിയപ്പം ചെടികളും മൃഗങ്ങളൊക്കെ വളരെ പുഷ്ടിയോടെ വളരാനൊക്കെ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങിയത്. മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയപ്പം ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗമാണ് ഡോഗ്. ഡോഗിൻ്റെ വൈൽഡ് ആൻസിസ്റ്റർ, അതായത് നായ്ക്കളുടെ പൂർവികരായിട്ടുള്ള ഡോഗിനെയാണ് നമ്മൾ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങിയത്. ആൻഡ് ദെൻ മോസ്റ്റ് കോമൺലി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് ഷീപ്സ് ആൻഡ് ഗോഡ്സിനെയാണ്. പാല്, അതുപോലെ തന്നെ അവരുടെ ഫ്ലഷ്, അതുപോലെ തന്നെ അവരുടെ തൊലി ഉപയോഗിച്ച് ഡ്രസ്സ് ഉടുക്കാനൊക്കെ ആയിട്ടാണ് ഇത്തരം മൃഗങ്ങളെ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ അവർ കുറച്ചുകൂടെ അതായത് നമ്മൾ ഇത്രയും ഇണക്കി വളർത്തലുകളും മറ്റു കാര്യങ്ങളും തുടങ്ങിയെങ്കിൽ കൂടി ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദറിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ഓക്കെ, വീണ്ടും നൊമാഡിക് ലൈഫ് തന്നെയാണ് അപ്പോഴും ഉണ്ടായിരുന്നത്. ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദറിങ് തുടങ്ങി. ശേഷം മെസോലിത്തിക് ഏജിൻ്റെ ഒരു എൻഡൊക്കെ ആയി തുടങ്ങിയപ്പം നമ്മൾ ഗാൻജറ്റിക് പ്ലെയിൻസ് നോക്കി സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അവിടെ ഹ്യൂമൻ കോളനൈസേഷൻ തുടങ്ങി, കൂട്ടത്തോടെ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ബിക്കോസ് വാട്ടർ. മോസ്റ്റ് ഓഫ് ദ സൈറ്റ്സ് നമ്മൾ കാണുവാണെങ്കിൽ എല്ലാം തന്നെ ഈ
അതായത് വെള്ളം സുലഭമായി ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കാനായിട്ട്, അതായത് ഹാബിറ്റാറ്റൊക്കെ ചെയ്തു തുടങ്ങിയത്. സോ ഫസ്റ്റ് ഹ്യൂമൻ കോളനൈസേഷൻ വാസ് ഇൻ ദി ഗംഗ പ്ലെയിൻസ്. ആൻഡ് ദെൻ മൈക്രോലിറ്റ്സ്, അതായത് ഈ ഗാൻജറ്റിക് പ്ലെയിൻസിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് മൈക്രോലിറ്റ്സിൻ്റെ എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എവിഡൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഈ പുരാവസ്തു ഗവേഷകർ പോയി എക്സ്കവേഷൻ നടത്തി നമുക്ക് കിട്ടിയ സാധനമാണ് മൈക്രോലിറ്റ്സ്. അതായത് അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റോൺ ടൂൾസാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എവിഡൻസസ് ഒക്കെ അവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൈക്രോലിറ്റ്സ് എന്ന് വെച്ചാൽ സ്മോൾ സ്റ്റോൺ ടൂൾസ്. ഫൈൻ, സ്മോൾ സ്റ്റോൺ ടൂൾസ് എന്നു വെച്ചാൽ സ്ട്രക്ക് ടു സ്റ്റോൺസ്. ഈ അരിവാള് മറ്റ് സാധനങ്ങളൊക്കെ അതിൻ്റെ ഒരു അറ്റത്തായിട്ട് വരുന്ന സ്റ്റോൺ സ്റ്റക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്മോൾ സ്റ്റോൺ ടൂൾസിനെയാണ് മൈക്രോലിറ്റ്സ് എന്ന് പറയുന്നത്. സോ സ്റ്റോൺ ടൂൾസിൻ്റെ എവിഡൻസസും ഗാൻജറ്റിക് പ്ലെയിൻസ് നിന്ന് ലഭിച്ചു. ഫൈൻ. ദെൻ നെക്സ്റ്റ് ഈസ് ദ മെസോലിത്തിക് പീരീഡ് ടൂൾസ് ആണ്. ടൂൾസ് എന്താണെന്ന് വെച്ചാൽ ബ്ലേഡ്സ്, ക്രസൻസ്, ട്രയാങ്കിൾസ്, ട്രാപ്പേഴ്സസ്, സ്പിയർ ഹെഡ്സ്, നൈഫ്സ്, ആരോ ഹെഡ്സ്, സിക്കിൾസ്, ഹാർപൂൺസ്, ഡ്രാഗേഴ്സ്, ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ ടൂൾസ്. അതായത് മെസോലിത്തിക് പീരീഡിൽ കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പായി. ബോൺസ് യൂസ് ചെയ്തിട്ട് ഈ ചന്ദ്രൻ്റെ ഷേപ്പിലുള്ള ടൂൾസാണ് ക്രസൻസ് എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ട്രാപ്പേഴ്സസും അത്തരത്തിലൊരു സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ടൂൾസാണ്. സ്പിയർ ഹെഡ്സ് എന്ന് വെച്ചാൽ കുന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അനിമൽസിനെ എറിഞ്ഞ് വീഴ്ത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അനിമൽസിനെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് കുന്തം ആണ് സ്പിയർ ഹെഡ്സ്. നൈഫ്സ് അത്തരത്തിൽ ബോൺസ് യൂസ് ചെയ്തിട്ട് ഷാർപ്പൺ എഡ്ജസ് വെച്ച് ചെയ്യുന്നതാണ് നൈഫ്സ്. ആരോ ഹെഡ്സ് എന്ന് വെച്ചാൽ അമ്പും വില്ലൊക്കെ പോലത്തെ ഉള്ള വെപ്പണാണ്. സിക്കിൾ എന്ന് വെച്ചാൽ അരിവാളാണ്. ആൻഡ് ഹാർപൂൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീനിൻ്റെ മുള്ളു പോലെ ഇരിക്കുന്ന ബോൺസിൽ നിന്നും ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ഡാഗേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം കത്തിയാണ്. അത്തരത്തിലുള്ള വെപ്പൺസാണ് അല്ലെങ്കിൽ ടൂൾസാണ് നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്, അതായത് മെസോലിത്തിക് പീരീഡിൽ. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് സൈറ്റ്സ്. ബ്രഹ്മഗിരി, അതായത് ക്യാൻ സീ ദാറ്റ് ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ സൗത്ത് റീജിയനിലേക്ക് വല്ലാണ്ട് വന്നിട്ടില്ല, എന്നാലും മൈസൂർ വരെയൊക്കെ ഹാബിറ്റാറ്റ്സ് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഉത്തർപ്രദേശ്, സോജത്, നർമ്മദ, ഭിംബേഡ്ക, ഗോദാവരി, വിന്ധ്യ, സാരാനാരി, റായ്, ഗുജറാത്ത് തുടങ്ങിയ റീജിയൻസിലൊക്കെയാണ് അവരുടെ ഹാബിറ്റാറ്റ്സ് കണ്ടെത്തിയിട്ടുള്ളത്, അതിൻ്റെ എവിഡൻസസ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് ദ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ സ്റ്റോൺ ഏജ്. നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പായി ഒരു അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ് ലൈഫിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഈ നിയോലിത്തിക് ഏജിൽ വരുമ്പം. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ സ്റ്റോൺ ഏജ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം 5000 BC to 1800 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം വരുന്നത്. ആൻഡ് ദ സ്റ്റാർട്ടിങ് ഓഫ് അഗ്രികൾച്ചർ, നമ്മൾ കൃഷി ചെയ്തു തുടങ്ങി. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് സമൂഹമായിട്ട് എത്തി, അതായത് ഗംഗാ പ്ലെയിൻസിലേക്ക് ഒക്കെ ഫ്ലറിഷ് ചെയ്ത് അവിടെ ബേസ് ചെയ്ത് സെറ്റിലായി തുടങ്ങി. അങ്ങനെ സെറ്റിലായി തുടങ്ങിയപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. മേജറായിട്ട് നമ്മൾ ചെയ്തത് റാഗി, വീറ്റ്, ഹോഴ്സ് ഗ്രാം എന്നൊക്കെ തുടങ്ങിയ മുതിര. ഹോഴ്സ് ഗ്രാം എന്ന് വെച്ചാൽ മുതിര പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നൊമാഡിക് ലൈഫ് ടു സെറ്റിൽഡ് ലൈഫ്. ഒബ്വിയസ്ലി ഒരു വാണ്ടറിങ് ലൈഫിൽ നിന്ന് നമ്മളൊരു സെറ്റിൽഡ് ലൈഫിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് ദെൻ ഡിസ്കവറി ഓഫ് വീൽസിൻ്റെ ഡിസ്കവറി അവിടെയാണ് വരുന്നത്, അതായത് നിയോലിത്തിക് ഏജ്. ഇറ്റ് ഈസ് ദ പോയിന്റ് ടു ബി നോട്ടഡ്. ഡിസ്കവറി ഓഫ് വീൽസ്, പിന്നെ എവിഡൻസസ് ഓഫ് ഹൗസസ്. ഫൈൻ, എവിഡൻസസ് ഓഫ് ഹൗസസ് കണ്ടു തുടങ്ങി. ഡിസ്കവറി ഓഫ് ഫയർ, ഇവിടെയാണ് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരിക. മോസ്റ്റ്ലി ഇപ്പോഴും ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കവറി ഓഫ് ഫയർ എന്ന് പറയുന്നത്. NCERT ടെക്സ്റ്റുകളിലും മറ്റ് PSC അതുപോലെയുള്ള സൈറ്റുകളിലൊക്കെ പറയുന്നത് ഡിസ്കവറി ഓഫ് ഫയർ വരുന്നത് മിഡിൽ പാലിയോലിത്തിക് ഏജിലാണ്. ഡിസ്കവറി ഓഫ് ഫയർ വരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ മിഡിൽ പാലിയോലിത്തിക് ഏജിൽ തന്നെ എഴുതണം. ബട്ട് മോസ്റ്റ്ലി കണ്ടുവരുന്നത് നിയോലിത്തിക് ഏജ് ആണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റ് കൊണ്ടുവന്നിട്ടത്. സോ ഡിസ്കവറി ഓഫ് ഫയർ വരുന്നത് മിഡിൽ പാലിയോലിത്തിക് ഏജിലാണ്. ആൻഡ് ഓൾസോ
ഹൗസസ് വന്നു തുടങ്ങി, വീൽസ് വന്നു തുടങ്ങി. അപ്പോൾ വീൽസ് ഈസ് ഓൾസോ ഗോയിങ് ടു ഫോർ ദ ഇൻവെൻഷൻ ഓഫ് പോട്ടറിയും ചെയ്തു തുടങ്ങി. അതായത് കുടങ്ങൾ, മൺകുടങ്ങൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ആൻഡ് ദെൻ ഇൻറ്റൻഷണൽ ഡിസ്പോസൽ ഓഫ് ദ ഡെഡ്, മരിച്ചവരെ എങ്ങനെ അതായത് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതും ഈ കാലഘട്ടത്തിലാണ്, അതായത് നിയോലിത്തിക് ഏജിലാണ് അതിൻ്റെ ഇൻറ്റൻഷനലായിട്ട് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഒരു മരിച്ചൊരു വ്യക്തിയെ എങ്ങനെ അതിൻ്റേതായ രീതിക്ക് കുഴിച്ചിടാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലാണ് വരുന്നത്. സോ ഇത്രയുമാണ് സ്റ്റാർട്ടിങ് ഓഫ് അഗ്രികൾച്ചർ, നൊമാഡിക് സെറ്റിൽഡ് ലൈഫ്, ഡിസ്കവറി ഓഫ് വീൽസ്, ഹൗസസ്, ഫയർ, പോട്ടറി, ഇൻറ്റൻഷണൽ ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ആൻഡ് മേജർ സൈറ്റ്സ് വരുന്നത് ഇനംഗാവോൺ, ബുർസാഹോം, മെഹർഗാർ, ഡജോലി ഹേഡിംഗ്, ഹല്ലൂർ, പയ്യാമ്പള്ളി, ചിരണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് വരുന്നത്. യു സീ ദിസ് ഈസ് ആന്ധ്രാപ്രദേശ്, അതായത് കുറച്ചുകൂടെ സദേൺ റീജിയനിലേക്ക് വന്ന് തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത് കോപ്പർ ഏജ് ഓർ ബ്രോൺസ് ഏജ്. നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ കോപ്പർ ഏജ്, ബ്രോൺസ് ഏജ് വരുമ്പം 1800 BC, 10,000 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം വരുന്നത്. 10,000 BC കാലഘട്ടം വരുന്നത് കൊണ്ട് തന്നെ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓൾസോ കംസ് ഇൻ ദിസ് ഏജ്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഷുവറായിട്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. സോ ഇപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ചാൽക്കോലിത്തിക് ഏജിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എറയായിട്ട് നമുക്ക് കണക്കാക്കാൻ. അതായത് പാലിയോലിത്തിക് ഏജ് വെച്ച് നോക്കുമ്പം നമ്മൾ വെൽ ഡെവലപ്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു ഏജിൽ. സോ അതിൻ്റെ അതർ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് ബ്രഹ്മഗിരി, നവാഡ, തോളി, നർമ്മദ റീജിയൻ, ചിരണ്ട്, ഗംഗ റീജിയൻ, മഹിഷാദൾ, വെസ്റ്റ് ബംഗാൾ റീജിയൻ. യു സീ ദീസ് ആർ റിവർ ബേസ്ഡ് റീജിയൻസ്. അതായത് നമ്മൾ അപ്പോഴും കൾട്ടിവേഷൻ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളിപ്പോഴും വെള്ളം ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോഴും ആൾക്കാർ വീട് വയ്ക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്തരം റീജിയൻസിൽ, അതായത് വാട്ടർ അവൈലബിലിറ്റി ഉള്ള റീജിയൻസിലാണ് ഹാബിറ്റാറ്റ്സും സെറ്റിൽമെൻറ്റ്സും ഒക്കെ ഫ്ലറിഷ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സൈറ്റ്സൊക്കെ പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് അയൺ ഏജ് വരുമ്പം സ്റ്റാർട്ടഡ് ഫ്രം 1000 BC. ഫൈൻ, ഓക്കെ. അത് വരുമ്പം ആര്യൻസിൻ്റെ ഇൻവേഷൻ വരുന്നുണ്ട്, അറൈവൽ ഓഫ് ആര്യൻസ് വരുന്നുണ്ട്. വേദിക് പീരീഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ജൈനിസം, ബുദ്ധിസം പോലുള്ള കൾച്ചർ, അതായത് റിലീജിയണൊക്കെ ഫ്ലറിഷ് ആവുന്ന ഒരു സമയം. ആൻഡ് മഹാജനപദാസ്, ഫസ്റ്റ് മേജർ സെറ്റിൽമെൻറ്റ്, പോയിന്റ് ടു ബി നോട്ടഡ്. ആൻഡ് അയൺ ഏജ് വരുമ്പം മഹാജനപദാസ് വരുന്നുണ്ട്. ആൻഡ് ദെൻ ഇൻഡസ് വാലി ഇൻ ഗാൻജറ്റിക് ബാങ്ക്സ്. ഫൈൻ, ആഫ്റ്റർ ഇൻഡസ് വാലി ഇൻ ഗാൻജറ്റിക് ബാങ്ക്സ്. മഹാജനപദാസിന് ശേഷം, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം വരുന്ന ഏറ്റവും വലിയൊരു മേജർ സെറ്റിൽമെൻ്റ് ആണ് മഹാജനപദാസ്. ഓക്കെ, അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഒരു വെൽ സെറ്റിൽഡ് എറയായിട്ട് അയൺ ഏജിനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അയൺ ഏജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയൺ എന്നുള്ള ഒരു ഓറിൻ്റെ യൂസ് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ് അയൺ ഏജ് എന്ന് പറയുന്നത്. ഫൈൻ, ഇതാണ് പ്രീ ഹിസ്റ്റോറിക് എറയുടെ എൻഡ്. ഇനി നമ്മൾ മിഡീവൽ എറയിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ട് ഇത്രയുമാണ് പ്രീ ഹിസ്റ്റോറിക് ഏജിൽ വരുന്നത്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ് ആൻഡ് അയൺ ഏജ്. ഇത്രയും ഏജസ് ആണ് പ്രീ ഹിസ്റ്റോറിക് എറയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് എങ്ങനെയാണ്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കുറച്ച് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. സോ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first question is, dash was the first metal used by men. ഏതാണ് മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ മെറ്റൽ എന്നാണ് ചോദ്യം. ആൻഡ് ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സിൽവർ, ബ്രാസ്, കോപ്പർ, പ്ലാറ്റിനം. ഇതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്ക് അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സിൽവറും ബ്രാസും പ്ലാറ്റിനൊന്നും നമ്മൾ ആ കാലത്ത് ഉപയോഗിച്ചിട്ടില്ല. അതായത്
പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ അധികം കണ്ടുവന്നിട്ടില്ല. മീൻസ് ആദ്യമൊക്കെ തുടക്കത്തിൽ അതാണ് ചോദിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കോപ്പറെ ചൂസ് ചെയ്യുള്ളൂ. അതാണ് ശരി ഉത്തരം. ഓക്കെ, ദ ഡാഷ് മെറ്റൽ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ദ മാൻ. ആദ്യം മനുഷ്യൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെറ്റൽ ഏതാണ്? ഒബ്വിയസ്ലി ആൻസർ ഈസ് കോപ്പർ. And the next question is the first animal tamed by the primitive man. ആദ്യത്തെ മൃഗം, മനുഷ്യൻ ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗം ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈൽഡ് ആൻസെസ്റ്റർ ഓഫ് ഡോഗ് ആണ് ആദ്യമായിട്ട് മനുഷ്യൻ ഇണക്കി വളർത്തിയ മൃഗം എന്നുള്ളത്. സോ ദ ആൻസർ ഈസ് ഡോഗ്. ഫൈൻ. The next question is dash was the main occupation in the new stone age. New stone ageലെ ഏറ്റവും അവർ ചെയ്തുകൊണ്ടിരുന്ന മെയിൻ ഓക്യുപ്പേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഷിംഗ്, വീവിങ്, അഗ്രികൾച്ചർ, നൺ. അപ്പോൾ നമുക്കൊരു നൺ വന്നപ്പോൾ ചെറിയൊരു ഡൗട്ട് വരും അല്ലേ? ബട്ട് ദ ആൻസർ ഈസ് അഗ്രികൾച്ചർ ആണ് ന്യൂ സ്റ്റോൺ ഏജ്. നമ്മൾ ശ്രദ്ധിക്കണം, ന്യൂ സ്റ്റോൺ ഏജിലെ ഓക്യുപ്പേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ. ഫൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഡാഷ് ഏജ് പീപ്പിൾ ഡിസ്കവേർഡ് ഫയർ ബൈ യൂസിങ് ദ ഫ്ലിൻറ്റ് സ്റ്റോൺ. ഏത് ഏജിലുള്ള പീപ്പിളാണ് ഫയർ ഫ്ലിൻറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ എന്തായാലും എഴുതേണ്ടത് ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. ഫൈൻ. ഓൾഡ് സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്, കോപ്പർ സ്റ്റോൺ ഏജ്, ഗോൾഡ് സ്റ്റോൺ ഏജ് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നമ്മൾ എഴുതേണ്ടത് ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. ഫൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വാസ് യൂസ്ഡ് ഇൻ ഡാഷ് ഏജ്. ഏത് ഏജിലാണ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പണ്ട് മുതൽ, അതായത് പാലിയോലിത്തിക് ഏജിൽ മുതലേ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരാം, സ്വാഭാവികം. ബട്ട് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിരിക്കുന്നത് നിയോലിത്തിക് ഏജ് മുതലാണ്. ഫൈൻ. നിയോലിത്തിക് ഏജ് മുതലാണ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. And the next question is which metal was invented after the invention of copper? കോപ്പറിന് ശേഷം കണ്ടുപിടിച്ച മെറ്റൽ ഏതാണെന്നാണ് ചോദ്യം. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ബ്രോൺസ്. കാരണം ചാൽക്കോലിത്തിക് ഏജിലാണ് കോപ്പറും ബ്രോൺസും വരുന്നത്. ഫൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറിന് ശേഷം കണ്ടുപിടിച്ചത് ബ്രോൺസ് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് അയൺ ആണ്. അയൺ ഏജിൽ, ചാൽക്കോലിത്തിക് ഏജ് കഴിഞ്ഞിട്ട് വരുന്നത് അയൺ ഏജ് ആണ്. സോ ബ്രോൺസ്, അതായത് സ്റ്റോൺ, കോപ്പർ, ബ്രോൺസ്, അയൺ. ഫൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭിംബേട്ക ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. ഞാൻ പ്രീ ഹിസ്റ്റോറിക് ഏജിൻ്റെ സിലബസ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഭിംബേട്ക ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്. അപ്പോൾ അത് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഭിംബേട്കയിലെ റോക്ക് ഷെൽട്ടേഴ്സ് എവിടെയാണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭിംബേട്ക ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ആൻസർ ഈസ് മധ്യപ്രദേശ്. ഫൈൻ. The next question is Indus Valley civilization was dash age civilization. Indus Valley civilization ഏത് ഏജിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഒബ്വിയസ്ലി നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് ആണ് പഠിച്ചത്. ചാൽക്കോലിത്തിക് ഏജിലാണ് എന്ത് വരുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നത്. സോ ഒബ്വിയസ്ലി ബ്രോൺസ്. ഫൈൻ. ബ്രോൺസ് ഏജിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നത്. And the next question is who among the following is also known as the father of Indian prehistory? Indian prehistoryയുടെ ഫാദർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ ഈസ് റോബർട്ട് ബ്രൂസ് ഫൂട്ട്. റോബർട്ട് ബ്രൂസ് ഫൂട്ട് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ prehistory. The wheels was an important discovery of which age? ഏത് ഏജിലെയാണ് വീൽസ് ഡിസ്കവറി, അതായത് ഡിസ്കവർ ചെയ്തത് ഏത് ഏജിലാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആൻഡ് ദ ഓപ്ഷൻസ് ആർ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്. ഒബ്വിയസ്ലി നിയോലിത്തിക് ഏജിലാണ് നമ്മൾ വീൽസ്, പോട്ടറി കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ദ ആൻസർ ഈസ് നിയോലിത്തിക് ഏജ്. ഫൈൻ. The next question is the dash age also known as the late stone age.
ലേറ്റ് സ്റ്റോൺ ഏജ് എന്ന് ഏത് ഏജിനെയാണ് നമ്മൾ പറയുന്നത് എന്നാണ് ചോദ്യം. ആൻഡ് ദ ഓപ്ഷൻസ് ആർ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്. ഒബ്വിയസ്ലി നമുക്ക് കൺഫ്യൂഷൻ വരാം. സ്റ്റോൺ ഏജ് എന്ന് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തത് നമ്മൾ പാലിയോലിത്തിക് ഏജിലാണെന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ട് വരാം. ബട്ട് സ്റ്റിൽ നമ്മുടെ ആൻസർ വരുന്നത് മെസോലിത്തിക് ഏജ്. ഫൈൻ. Paleolithic age is known as old stone age and Mesolithic is known as late stone age and Neolithic is new stone age. Fine. The next question is the tools of dash are called microliths. Microliths enna tools ഏത് എറയിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്. ഇത് പഠിക്കാൻ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. മൈക്രോലിത്സ്, micro. Fine. Mesolithic age, meso starts with M. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്രോലിത്സ് എന്ന് പറയുന്നത് മെസോലിത്തിക് ഏജിൻ്റെ ടൂളാണ്. ഫൈൻ. മൈക്രോ, മെസോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ടെക്നിക് ഓഫ് പോട്ട് മേക്കിംഗ് ഒറിജിനേറ്റഡ് ഇൻ ലേറ്റ് സ്റ്റോൺ ഏജ്. ഫൈൻ. പോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ലേറ്റ് സ്റ്റോൺ ഏജിൻ്റെ ഡിസ്കവറിയാണ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സെറ്റിൽഡ് ലൈഫ് ബേസ്ഡ് ഓൺ ഫുഡ് പ്രൊഡക്ഷൻ ഫസ്റ്റ് ബിഗാൻ ഇൻ ഡാഷ് പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏത് പാർട്ടിലാണ് സെറ്റിൽഡ് ലൈഫ്, അതായത് ഫുഡ് പ്രൊഡക്ഷൻ്റെ ബേസിൽ വരുന്ന സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ പഠിച്ചു സെറ്റിൽഡ് ലൈഫ് തുടങ്ങുന്നത് അതായത് ക്ലൈമറ്റ് ചേഞ്ച് വന്നു, വാം ക്ലൈമറ്റ് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരോ ഫ്ലോറ ആൻഡ് ഫോണ നമ്മൾ വളർത്താൻ തുടങ്ങി. അങ്ങനെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് നമ്മൾ, നൊമാഡിക് ലൈഫിൽ നിന്ന് സെറ്റിൽഡ് ലൈഫിലേക്ക് നമ്മൾ കുടിയേറി പാർക്കാൻ തുടങ്ങി. അത് ഏത് പാർട്ട് ഓഫ് ഇന്ത്യയുടെ ഏത് പാർട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഗ്യാൻജറ്റിക് പ്ലെയിൻസിൽ ഒക്കെ ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സെറ്റിൽഡ് ലൈഫ് തുടങ്ങുന്നത്. സോ ഏത് പാർട്ടിലാണ്, അതായത് നോർത്ത് ഈസ്റ്റേൺ, സൗത്ത് ഈസ്റ്റേൺ, നോർത്ത് വെസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ, ഏത് പാർട്ടിലാണെന്നാണ് ചോദ്യം. ആൻഡ് ദ ആൻസർ ഈസ് നോർത്ത് വെസ്റ്റേൺ റീജിയൻ. ഫൈൻ. The next question is the primitive man learned first to dash. Primitive man ആദ്യമായിട്ട് എന്ത് ചെയ്യാനാണ് പഠിച്ചത് എന്നാണ് ചോദ്യം. ഒബ്വിയസ്ലി മേക്കിംഗ് ഫയർ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, കല്ലൊരതിയിട്ടാണ് മനുഷ്യൻ തീ കണ്ടുപിടിച്ചതെന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് പ്രിമിറ്റീവ് മാൻ പഠിച്ചത് ഫയർ ഉണ്ടാക്കാനാണ്. ഫൈൻ. The next question is the earliest cereals grown by mankind were. മനുഷ്യൻ ഉണ്ടാക്കിയ ആദ്യത്തെ, അതായത് ആദ്യത്തെ സിറിയൽസ് വളർത്തി എടുത്തത് ഏത് സിറിയലാണ് ആദ്യമായിട്ട് നമ്മൾ കൃഷി ചെയ്തത് എന്നാണ് ചോദ്യം. മെയ്സ്, പൊട്ടാറ്റോ, വീറ്റ് ആൻഡ് ബാർലി, റൈസ് എന്നൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കൾട്ടിവേഷൻ ചെയ്ത് തുടങ്ങിയപ്പം നമ്മൾ ആദ്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തത് വീറ്റ് ആൻഡ് ബാർലിയാണ്. ഫൈൻ. ഹോഴ്സ് ഗ്രാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വളർത്തിയത് വീറ്റ് ആൻഡ് ബാർലിയാണ്. ഫൈൻ. The next question is the painted grey ware culture is associated with. Painted grey ware culture associated with. പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് എന്തിനായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. പെയിൻറ്റ്സ്, റോക്സ്, അയൺ, വുഡ്. കൺഫ്യൂഷൻ വരാം, പെയിൻറ്റ്സ് ആണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാം. ബട്ട് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അയൺ. ഫൈൻ. The next question is the first discovery of rock paintings in the world was made in India by. റോക്ക് പെയിൻറ്റിങ്സ് ഡിസ്കവറി ചെയ്തത്, ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസ്കവറി ചെയ്തത് ആരാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടും. ആദ്യമായിട്ട് റോക്ക് പെയിൻറ്റിങ്സ് ഡിസ്കവറി ചെയ്തത് ഇന്ത്യയിലാണ് എന്നുള്ളത്, ഇന്ത്യയിൽ റോക്ക് പെയിൻറ്റിങ്സ് ഫസ്റ്റ് ഡിസ്കവറി ചെയ്തത് 1868 മുതൽ 67 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിലാണ്. സോ അത് നമ്മൾ പഠിച്ചു. റോക്ക് പെയിൻറ്റിങ്സ് ഇന്ത്യയിൽ ഡിസ്കവറി ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഫ്ലിൻഡേഴ്സ് പെട്രി, യഹൂദ് വെയ്സ്, ആർ.ഡി. ബാനർജിയ ആൻഡ് ആർച്ചിബോൾഡ് കാർലൈൽ. ആൻഡ് ഇതൊരു ഇന്ത്യൻ നെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം, പക്ഷെ അതല്ല ഉത്തരം. ആർച്ചിബോൾഡ് കാർലൈൽ ആണ് ഉത്തരം. ഓക്കെ, ഫൈൻ. And the next question is, in the paintings of Upper Paleolithic period, green paintings are of.
ഡാഷ് ഗ്രീൻ പെയിൻറ്റിങ്സ്, അതായത് അപ്പർ പാലിയോലിത്തിക് പീരീഡിൽ ഗ്രീൻ പെയിൻറ്റിങ്സ് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പെയിൻറ്റിങ്സിന് എടുത്ത് ചോദിച്ചിരിക്കുന്നു, അപ്പോൾ വേറെയും പെയിൻറ്റിങ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഗ്രീൻ പെയിൻറ്റിങ്സും ഉണ്ട്, റെഡ് പെയിൻറ്റിങ്സും ഉണ്ട്. ഫൈൻ, ഗ്രീൻ പെയിൻറ്റിങ്സും ഉണ്ട്, റെഡ് പെയിൻറ്റിങ്സും ഉണ്ട്. രണ്ടും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹണ്ടേഴ്സുമായിട്ടാണ്. ഓക്കെ ഫൈൻ, ഹണ്ടേഴ്സിനെയാണ് ഗ്രീൻ പെയിൻറ്റിങ്സ് റെഡ് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പം ആ സമയത്ത് പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. പെയിൻറ്റിങ്സ് ഉണ്ട്, ബട്ട് ദേ യൂസ്ഡ് അനിമൽ ബ്ലഡ്, മൃഗങ്ങളുടെ രക്തം, പിന്നെ ചെടികൾ ചാലിച്ചിട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പം ഗ്രീൻ പെയിൻറ്റിങ്സ് റെഡ് പെയിൻറ്റിങ്സ് is associated with obviously hunters. Fine. And the next question is, next and last question, Eneolithic age is also called, Eneolithic age എന്ന് ഏത് ഏജിനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. It is Paleolithic age. Paleolithic ഏജുമായിട്ടാണ് ഏജിനെയാണ് Eneolithic age എന്നും പറയുന്നത്. ഓക്കെ ഫൈൻ, Eneolithic age is Paleolithic age. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും എന്താ പറയുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പാർട്സ്, അതായത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റേ നേരത്തെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വെച്ചിട്ട് എല്ലാവരും ഇതൊന്ന് കമ്പയർ ചെയ്ത് നല്ല പോലെ ഒന്ന് വായിക്കുകയാണെങ്കിൽ ഷുവറായിട്ട് നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വായിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ തലയിൽ കയറും. സോ ഇത്രയാണ്. താങ്ക് യു.